നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ അന്വേഷണം നടത്താൻ കെപിസിസി സൈബർ ആക്രമണങ്ങൾ തടയണമെന്ന് ഭാരവാഹി യോഗത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഡിജിറ്റൽ മീഡിയ സെല്ലിന് ഇതിൽ പങ്കുണ്ടോ എന്നും അന്വേഷിക്കണം. വി.ടി. ബൽറാമിന്റെ നേതൃത്വത്തിൽ സമിതി അന്വേഷിക്കും. കൂടുതൽ വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, കെപിസിസി നേതൃയോഗത്തിലാണ് ഇങ്ങനൊരു ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് സൈബർ ആക്രമണത്തിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണോ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്? തീർച്ചയായും അമ്പിളി, സൈബർ ആക്രമണങ്ങൾ വലിയ രീതിയിൽ തന്നെ നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ നേതാക്കൾക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വലിയ രീതിയിലുള്ള സൈബർ പോരാട്ടമാണ് നടക്കുന്നത്. ഇതിൽ പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ വിങ്ങിന് ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്നാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നപ്പോൾ രാഹുലിനെ അനുകൂലിച്ചും എതിർത്തും പ്രതികൂലിച്ചും ഒക്കെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നു. ഈ ആക്രമണങ്ങളിൽ പലതും തന്നെയും കോൺഗ്രസിന്റെ പോഷക ഘടകങ്ങളിൽ നിന്ന് തന്നെയാണ് ഭൂരിഭാഗവും ഉയർന്നത്. പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചോ അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ടോ ഒക്കെ പ്രതികരണങ്ങൾ നടത്തിയ ഉമാ തോമസിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ രീതിയിലാണ് ഉമാ തോമസ് കടുത്ത സൈബർ ആക്രമണമാണ് കോൺഗ്രസ് ഇടങ്ങളിൽ നിന്ന് പോലും നേരിട്ടത്. അതോടൊപ്പം തന്നെ വി.ഡി. സതീശനെ അനുകൂലിച്ച് ഉൾപ്പെടെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നേതാക്കളെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിൽ പോരാട്ടം നടക്കുന്നു. വലിയ രീതിയിൽ വിമർശനത്തിനിടയാക്കുന്ന രീതിയിൽ ആക്രമണം നടത്തുന്നു. ഇത് പാർട്ടി ഗൗരവത്തിൽ ഈ വിഷയം എടുക്കുന്നു. ഇതിൽ ഇന്ന് കെപിസിസിയുടെ നേതൃയോഗം നടന്നപ്പോൾ ഈ വിഷയം സൈബർ ആക്രമണങ്ങൾ തടയാനായി പ്രത്യേകമായി ശ്രദ്ധ വേണമെന്നും അതിൽ കൃത്യമായ നിലപാട്, കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പാർട്ടി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇക്കാര്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കാനായി പാർട്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് വി.ടി. ബൽറാമിനെ ചുമതല നൽകുന്നത്. ഡിജിറ്റൽ സെല്ലിന്റെ മീഡിയ ചുമതല വി.ടി. ബൽറാം തന്നെയാണ്. വി.ടി. ബൽറാം അടക്കമുള്ള ഒരു സമിതിയാണ് ഈ അന്വേഷണത്തിനായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ സമിതിയിൽ മറ്റാരൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം പിന്നീടായിരിക്കും വ്യക്തമാകുക. അൻഫിലിറ്റ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കെപിസിസി നേതൃയോഗമാണ്. നമുക്കറിയാം, സമീപകാല രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ യോഗത്തിൽ പ്രധാന അജണ്ടകളാകാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഏതെങ്കിലും രീതിയിൽ യോഗത്തിന്റെ അജണ്ടയിലുണ്ടോ? ആ രീതിയിലുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? അമ്പിളി, ഒരു 11 മണിയോടുകൂടിയാണ് യോഗം ആരംഭിച്ചത്. ഈ യോഗം ആരംഭിച്ച് ഇപ്പോൾ യോഗത്തിന്റെ വിശദാംശങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നതേ ഉള്ളൂ. പക്ഷേ യോഗത്തിൽ കയറുമ്പോഴോ അത് ഇറങ്ങിപ്പോകുമ്പോഴോ ഒന്നും തന്നെയും മുതിർന്ന നേതാക്കൾ ആരും വിഷയത്തിൽ പ്രതികരിച്ചില്ല. കെ.പി.സി.സി അധ്യക്ഷനാകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താനായി അവർ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില സൂചനകൾ മാത്രമാണ്. വിഷയത്തിൽ ഈ യോഗം നടന്നപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചയും പ്രതിപക്ഷ വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ഇതുവരെ ലഭിക്കുന്ന. കാരണം പ്രതിപക്ഷ നേതാവിന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ പ്രവേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി രാഹുലിന്റെ നിലപാട് വ്യക്തമാക്കി. പക്ഷെ അപ്പോഴും അദ്ദേഹം ഈ കോൺഗ്രസുമായി കോൺഗ്രസിനെ സസ്പെൻഷൻ വിധിക്കുന്നിടത്ത് കൊണ്ട് കോൺഗ്രസ് നേതാക്കളെ ഒന്നും താൻ ഫോണിലൂടെ അല്ലാതെ ഒരു തരത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത്. ഇനി അറിയേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് രാഹുൽ എന്താണെന്നാണ്. പക്ഷേ യോഗത്തിൽ രാഹുൽ വിഷയം ചർച്ച ചെയ്തില്ല, രാഹുൽ പ്രതിപക്ഷ നേതാവ് വിഷയം ഉന്നയിച്ചില്ല എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇനി വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൃത്യമായ ഒരു രൂപരേഖ കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ അന്വേഷണം നടത്താൻ കെപിസിസി സൈബർ ആക്രമണങ്ങൾ തടയണമെന്ന് കെപിസിസി ഭാരവാഹി യോഗത്തിൽ പ്രമുഖ നേതാക്കളടക്കം ആവശ്യപ്പെടുകയായിരുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫിലിറ്റ് ഡിസൂസ.